ഹായ്, ഞാനിപ്രാവശ്യമേ കുറച്ച് നട്ട്സ് പരിചയപ്പെടുത്താവേ. ഞാനിത് കണക്ക് എയർപോർട്ടിന് അവിടെ വന്നപ്പോൾ ഓരോ നട്ട്സ് കണ്ടിട്ട് എനിക്ക് പേരറിയത്തില്ല. അയ്യോ അതെന്നാ നട്ട്സാ, ഇതെന്നാ നട്ട്സാ. അന്നേരം ഞാൻ പരിചയപ്പെട്ട പേര് പഠിച്ച കുറച്ച് നട്ട്സ്. അപ്പം എല്ലാവരും ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്നൊരാഗ്രഹം. അപ്പം എന്താണ്ട് ഈ നട്ട് കണ്ടോ, ഈ ചക്കക്കുരു. ഞാനിപ്പോൾ ചക്കക്കുരു എയർപോർട്ടിൽ ചെന്നപ്പം ചക്കക്കുരു വിൽക്കാൻ വെച്ചിരിക്കുമെന്ന് വിചാരിച്ചത്, തൊലി കളഞ്ഞ്. പക്ഷേ ഇതിൻ്റെ പേര് ബ്രസീൽ നട്ട്. ഇത് കഴിച്ചു നോക്കിയിട്ട് വലിയ ഫീലിംഗ് ഒന്നും തോന്നുന്നില്ല. ഇതിലും നല്ല നമ്മുടെ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ്. പക്ഷേ ഇതിൻ്റെ ഗുണം വേറെയാണ് കേട്ടോ. ഇതിനകത്ത് കൂടുതൽ സെലീനിയം അടങ്ങിയിരിക്കുന്നു ഈ ബ്രസീൽ നട്ടിനകത്ത്. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ കൊളസ്ട്രോളിന് നമുക്ക് നല്ലതാണ്. പിന്നെ തൈറോയിഡുകാർക്ക് ഇത് ഒത്തിരി ബെറ്ററാണ്. അപ്പം കണ്ടില്ലേ, ചക്കക്കുരുവാന്ന് വിചാരിച്ച് ഞാൻ കണ്ട നട്ട് ഇതാണ് ബ്രസീൽ നട്ട്. അപ്പം കാണുന്നവരിനിപ്പം കണ്ടു കഴിയുമ്പോൾ അയ്യോ ഇതെന്നാ നട്ടാന്ന് ആരോടും ചോദിക്കണ്ട കേട്ടോ. ഇതൊന്ന് കണ്ട് മനസ്സിലാക്കി അറിയാൻ മേലാത്തവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഇച്ചിരിയൊക്കെ അറിഞ്ഞിരിക്കട്ടെ ഓരോന്നിനെ കുറിച്ചൊക്കെ. അപ്പം ദിവസം ഓരോന്നോ രണ്ടെണ്ണമൊക്കെ തിന്നുന്നത് നല്ലതാണ്. അപ്പം ഓക്കെ.